ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നിധിയെ രക്ഷിക്കാൻ അർജുനാണ് കേട്ടോ എത്തുന്നത്. കളിവീട് സീരിയലിലെ അർജുനെ എല്ലാവർക്കും അറിയാലോ. അർജുനാണ് ഇനി നാളെ കഴിഞ്ഞാൽ മറ്റന്നാളുള്ള എപ്പിസോഡിൽ എത്താൻ പോകുന്നത് കേട്ടോ. അങ്ങനെ CKCയോട് പറയാണ്, അർജുൻ എന്ന് പറയുന്ന ആൾ വരുന്നുണ്ട്, അതോടുകൂടി താങ്കളുടെ ഈ താണ്ഡവം ഇവിടെ നിൽക്കും, താൻ ഇനി കാണാനിരിക്കുന്നുണ്ടോ, താൻ പണം എറിഞ്ഞാൽ വീഴുന്ന ആളുകളൊക്കെ ഇവനെ പോലെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ അർജുൻ അതിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ CKC ആ വക്കീലിനോട് ചോദിക്കുകയാണ്, ആരാണ് ഈ അർജുൻ? അയ്യോ, പേര് കേട്ട പ്രശസ്തനായ വക്കീലാണ് അർജുൻ, അയാൾക്ക് മുന്നിൽ ആർക്കും പോകാൻ കഴിയില്ല, അയാളുടെ ഒരു നോട്ടത്തിൽ തന്നെ വിറക്കും, ഈ കോടതിയിൽ തന്നെ എല്ലാവർക്കും അയാളെ പേടിയാണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ CKCയോട് പറയുമ്പോൾ, എന്നാൽ എനിക്ക് അവനെ നേരിട്ട് കാണണം, പണം എറിഞ്ഞു കൊടുത്ത് ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കില്ല എന്ന് പറയാനിട്ടാ. പിന്നീട് ശിവാനിയെയും അതുപോലെ പ്രണവിനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും വീട്ടിലോട്ട് കയറി വരികയാണ്. അപ്പോൾ ഈ സമയം പാറു ഓടിയും കൊണ്ട് എന്തായി മക്കളെ കേസ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ നിധിയെക്കുറിച്ച് ശിവാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ ഒരു ജീവിതം, എൻ്റെ കുഞ്ഞുങ്ങളെ പോലും എനിക്ക് എത്രാമത്തെ ഗർഭ ടെസ്റ്റ് നടത്തണം, ഞാനും എൻ്റെ ഭർത്താവും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഗർഭിണിയാണോ ഇല്ലയോ എന്നുള്ള, ഇതിപ്പോൾ നാട്ടുകാരെ മുഴുവൻ ടെസ്റ്റ് ചെയ്ത് പുറത്തറിയിക്കണം എന്നുള്ള അവസ്ഥയിലോട്ടാണ് നിങ്ങളുടെ മരുമകൾ എത്തിച്ചതെന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുന്ന പാറു പറയാം, എന്താണ് അവിടെ ഉണ്ടായത് അമ്മേ? ഏട്ടൻ എന്ന് വിളിച്ച് ഞാൻ അയാളെ ഒരുപാട് കൊണ്ടു നടന്നു, സത്യത്തിൽ നമ്മുടെ രക്തത്തിൽ പിറന്നല്ലാത്ത ആളുടെ സ്വഭാവം ഇന്ന് അയാൾ കാണിച്ചു, ഇന്ന് അയാൾ അത് ശരിക്കും ചെയ്തതെന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പാറുവിന് അങ്ങ് ദേഷ്യം പിടിക്കണം. ഞാൻ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ട് നിൽക്കില്ലടാ, മര്യാദക്ക് മിണ്ടാതിരിക്കടാ, എന്താണ് നീ പറയുന്നത്, നിൻ്റെ ഏട്ടനല്ലേ എന്ന് പറയുമ്പോൾ, എൻ്റെ ഏട്ടനാണെങ്കിൽ ഇങ്ങനെ ഒരു രക്തഗുണം കാണിക്കില്ല, കാരണം ഇത് രക്തഗുണമില്ലാത്തത് കൊണ്ടാണ് ഇയാൾ എൻ്റെ ഭാര്യയെ ഇപ്പോൾ കോടതിക്ക് മുന്നിൽ ടെസ്റ്റ് ചെയ്യണം, ഗർഭം ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാനിട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്ന പാറു പറയണേ, ഇനി ഒരു അക്ഷരം മിണ്ടിയ. അപ്പോഴേക്കും വസുന്ധര പറയണേ, ഏട്ടത്തി മതി, ഇനിയെങ്കിലും ഈ പറയുന്ന നിധിക്ക് വേണ്ടി സംസാരിക്കരുത്, അവർ ചെയ്ത് ശരിയല്ലാത്ത കാര്യമാണ്, എന്തായാലും ഇവളുടെ ഗർഭ ടെസ്റ്റ് അത് വീണ്ടും നടത്തുക, കോടതിക്ക് മുന്നിൽ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇവൾ കള്ളഗർഭം കൊണ്ടു നടക്കുന്നത് പോലെയാണല്ലോ, അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടോ. ഇതേ സമയം പാറു അങ്ങനെയല്ല എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും പ്രണവ്, മതി അമ്മേ, ഇനി ഒരക്ഷരം ശബ്ദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും, അതുകൊണ്ട് ഇതിവിടെ നിർത്തിയേക്കെ എന്ന് പറഞ്ഞിട്ട് ശിവാനിയെയും കൊണ്ടുപോകുമ്പോൾ ശിവാനി പൊട്ടിക്കരയാണ് കേട്ടോ. എൻ്റെ പ്രണവ്, എനിക്ക് മടുത്തു, ഈ കുഞ്ഞിനെയും കൊന്ന് ഞാനങ്ങ് മരിച്ചാലോ എന്ന് ചിന്തിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, നീ വേണ്ടാത്ത ചിന്തിക്കണ്ടെന്ന് പറയട്ടോ. ഈ സമയം വസുന്ധരയാണെങ്കിലോ ഇങ്ങനെ പ്രണവിനോട് പറയുന്നുണ്ട്, എടാ വസുന്ധരയാണെങ്കിലോ പാറുവിനോടാണ് പറയുന്നത്, നീ എന്താ ഏട്ടത്തി ഇങ്ങനെ ആയിപ്പോയത്, ഇനിയെങ്കിലും അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് പാറു ആരും കാണാതെ ഗൗതമിന് വിളിക്കണേ, അമ്മേ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, എന്തായാടാ കോടതിയിൽ എന്ന് പറഞ്ഞ ഉടനെ തന്നെ, ഒന്നും നടന്നില്ല അമ്മ, അവളുടെ ഗർഭം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, പക്ഷേ കോടതി തെളിവുകളുമായി വരാനാണ് ഇനി പറഞ്ഞിരിക്കുന്നത്, 2 ദിവസം കഴിഞ്ഞാൽ ഇനി കോടതി കൂടും, അപ്പോൾ ഇനി എന്താ ചെയ്യുക, വക്കീൽ വന്നില്ല എന്നൊക്കെ അവർ പറയുന്നു. അത് കേട്ട ഉടനെ വക്കീൽ വന്നില്ല അമ്മ, ഇനി എന്തായാലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അർജുനാണ് എത്തുന്നത്, അർജുനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നിധി ഇനി മറ്റന്നാൾ കോടതി കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായും പുറത്തിറങ്ങുമെന്ന് പറയണ്ട. അത് കേൾക്കുന്ന പാറു, നീ എന്തായി പറഞ്ഞത്, സത്യമാണോ? അതെ, അർജുൻ കേസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണ്ട. ഇതേ സമയം, അമ്മേ എനിക്കൊരു കാര്യം ചെയ്യണം, അമ്മ എനിക്ക് കുറച്ച് തെളിവുകൾ ശേഖരിച്ച് തരണം. അയ്യോ, ഞാനോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എടാ, നീ അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നെഞ്ച് പടാ കിടന്ന് ഇടിക്കുന്നു, എനിക്ക് പറ്റുന്നില്ല, എനിക്കതിന് കഴിയില്ല എന്ന് പറയുമ്പോൾ, അമ്മ കഴിയണം, അമ്മയുടെ മരുമകളല്ലേ നിധി, അതെ അവൾ പുറത്തിറങ്ങേണ്ട അമ്മയ്ക്ക്, അമ്മ മോളെ പോലെയല്ലേ അവളെ കാണുന്നത്, പാറുവിന് അത് വേണ്ടേ? അതെ വേണം, എന്നാ എൻ്റെ പാറു ഞാൻ പറയുന്നത് പോലെ എടാ, എന്നെക്കൊണ്ട് പറ്റത്തില്ലടാ, എൻ്റെ കൈകാൽ വിറക്കുന്നടാ, നീ ഓരോന്ന് പറയല്ലേ. അത് കേട്ടോടെ തന്നെ, അതൊന്നും പറ്റില്ല പാറു, നിധി പുറത്തിറങ്ങണമെങ്കിൽ പാറു ഇനി മനസ്സ് വെക്കണം, എന്താടാ ഞാൻ ചെയ്യേണ്ടത്? അതെ, അമ്മയില്ലേ വസുന്ധര ആൻറ്റി, അവരുടെ ഫോൺ അമ്മ ഒന്ന് ചെക്ക് ചെയ്യണം. എടാ, നീ ഒന്ന് വെച്ചേ, എനിക്ക് പേടിയാവുന്നടാ, അങ്ങനെയുള്ള പരിപാടികളൊന്നും എന്നോട് പറയല്ലേ എന്ന് പാറു പറഞ്ഞ ഉടൻ തന്നെ പറയണം, അത് ചെയ്തേ പറ്റുള്ളൂ അമ്മ, പാറു അത് ചെയ്യണം, അത് ചെയ്താൽ തീർച്ചയായും നിധിക്ക് എതിരെ അവരുടെ അടുത്ത് കുറേ തെളിവുകളുണ്ട്, ആ തെളിവുകൾ അത് കള്ളത്തെളിവുകളാണെന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയും, അതിന് അമ്മ എനിക്കൊപ്പം നിൽക്കില്ലേ, അമ്മയും കൂടിയല്ലേ പാറുവും കൂടിയല്ലേ ഇതൊക്കെ ചെയ്തതെന്ന് ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ എന്താ ഞാൻ വേണ്ടത്, നീ പറ എന്ന് പറയണ ഒരു ധൈര്യമൊക്കെ അങ്ങ് സംഭരിച്ചിട്ടോ. അപ്പോൾ തന്നെ പറയണ ചെയ്യേണ്ടത്, വസുന്ധര ആൻറ്റിയുടെ വസുന്ധര വേണ്ടല്ലോ, അവർ ആ സ്ത്രീ, അവരെ അങ്ങനെയൊന്നും വിളിക്കാൻ എനിക്ക് കഴിയില്ല, എങ്കിലും കൂടി പറയുകയാണ്,
അവരങ്ങനെ വിളിച്ചു പോയി. അമ്മയുടെ ഫോൺ എടുക്കണം, എന്നിട്ട് അതിൽ നിന്നും ഈ പറയുന്ന മയക്കുപൊടി കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു കള്ളസാക്ഷി ഉണ്ടാക്കിയിട്ടില്ല. അയാളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ആ ജയിലിലെ സൂപ്രണ്ടുമായി നമ്മുടെ അമ്മ നല്ല കണക്ഷനുണ്ട്. അവർ തമ്മിൽ എന്തൊക്കെയോ വോയിസ് മെസ്സേജ് പോയിട്ടുണ്ട്. അത് ഉറപ്പുള്ള കാര്യമാണ്. ഫോൺ കോളല്ല, വോയിസ് മെസ്സേജ് വാട്സപ്പിൽ. ആ വോയിസ് മെസ്സേജ് ഒന്ന് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അവർക്ക് വിളിച്ചിക്കണോ സംസാരിച്ചിക്കണോ എന്നറിയാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ, എടാ നീ പറയുന്ന വലിയ അപകടമുള്ള കാര്യമാണ്. അതൊക്കെ വസു ഏത് സമയത്തും ഫോൺ കയ്യിൽ പിടിച്ച് നടക്കുന്നത് എനിക്ക് പേടിയാവുന്നു. എൻ്റെ പാറു ഒരു കാര്യം ചിന്തിക്കണം. നിധി പുറത്തിറങ്ങാൻ ഇനി പാറു വിചാരിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. പാറു കുറച്ച് തെളിവുകൾ എനിക്ക് ഉണ്ടാക്കി തന്നാൽ തീർച്ചയായും അതിന് കഴിയുമെന്ന് പറയണ്ട. ശരി, എന്നാൽ രാത്രി 9 മണിയാവട്ടെ, ആ നേരമാണ് അവർ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം എന്ന് പറയണേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം ഇവർ ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, എന്നാലോ ഗൗതമിനെ എത്രത്തോളം മാറ്റിയെടുത്തത്, എൻ്റെ മോനെ എത്രത്തോളം മാറ്റിയെടുത്ത ആ നിധിയാണല്ലോ എന്നൊക്കെ അതിന് പറയുമ്പോൾ ശിവാനി പറയുന്നത് ശരിയാണ്. ഇന്ന് പ്രണവും ഗൗതമും കോടതിയിൽ വെച്ച് വഴക്ക് പോലും ഉണ്ടായി എന്നൊക്കെ അതിന് പറയുമ്പോൾ പാറു ഇങ്ങനെ വന്ന് എത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ സംസാരത്തിൽ ഇങ്ങനെ ഫോൺ അവിടെ ഇരിക്കണ്ടോ എന്നിങ്ങനെ നോക്കണം. അപ്പോൾ അടുത്ത് പോയാലാണ് നോക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടോട്ട് വരികയാണ് കേട്ടോ. അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാറു വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ പ്രണവ്, അമ്മയെ ഭക്ഷണം കഴിക്കാനിരിക്കെ, വേണ്ടടാ എനിക്ക് വല്ലാത്തൊരു തലവേദന, എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ടേബിളിലോട്ട് ഇങ്ങനെ എത്തിച്ച് നോക്കുമ്പോൾ അവിടെ ഫോണില്ല കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വസുവിൻ്റെ ഫോണില്ല. എന്തായാലും എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വസുന്ധരയുടെ റൂമിലോട്ട് പാറു കയറി പോവാണ് കേട്ടോ. ഇതേ സമയം ഇവർ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണം ഇങ്ങനെ കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ റൂമിലോട്ട് കയറി പോകുമ്പോൾ പാറു റൂമിലോട്ട് കയറി പോകണ വസുന്ധരയുടെ. അപ്പോൾ വസുന്ധരയുടെ റൂമിൽ ചെല്ലുമ്പോൾ എവിടെ ഫോണാണ്, അവ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധര ഫോൺ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നു കേട്ടോ. ആ സമയം തന്നെ പെട്ടെന്ന് ആ സ്പോട്ടിന് തന്നെ ഗൗതമിനെ വിളിക്കുകയാണ്. അമ്മ എന്തായി, എന്തെങ്കിലും കിട്ടിയോ? അതിനവളുടെ ഫോൺ കണ്ടിട്ടേ ഉള്ളൂ. എന്നാൽ അമ്മ ഞാൻ പറയുന്നത് പോലെ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് ആ ഫോൺ ഓപ്പൺ ചെയ്യുമെന്ന് പറയണ്ട. അപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ അയ്യോടോ അതിന് ലോക്കാണല്ലോ, ഇത് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ തുറക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കും, അതിന് എത്ര ലോക്കാണ് കാണിക്കുന്നത്, എന്താണ് അവർ ചോദിക്കുന്നത്, നമ്പറാണോ അതോ എന്താണ് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്പറാടാ. എന്നാൽ അമ്മ എത്ര അക്കം കാണിക്കുന്നുണ്ട്? 4 നമ്പറാണ് പറയുന്നത്. എന്നാൽ അമ്മയുടെ ബർത്ത്ഡേയുടെ നമ്പർ അടിച്ചു നോക്കുക എന്ന് പറയാനായിട്ട്, അതായത് വസുന്ധരയുടെ ജനിച്ച ദിവസത്തിൻ്റെ ആ ഒരു ഡേറ്റ് അടിക്കാൻ പറയാനായിട്ടോ. അങ്ങനെ ആ ഒരു ഡേറ്റ് അടിച്ച് നോക്കുക, ഇല്ലടാ കഴിയുന്നില്ല എന്ന് പറയാനിട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്നാൽ എൻ്റെ നമ്പറൊന്ന് അടിച്ചു നോക്ക്, ഞാൻ ജനിച്ച ദിവസം എന്ന് അമ്മ പാറു അടിക്കുമെന്ന് പറയാനിട്ടോ. ആ സമയം ഗൗതം പറഞ്ഞതുപോലെ പാറു അടിച്ച് നോക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പാറു പറയണേ, എടാ നിൻ്റെ ജനന തീയതി തന്നെയാണ് അവൾ ലോക്കാക്കി ഇട്ടിരിക്കുന്നത്, അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടായിട്ട് അവൾ എന്ത് അമ്മ അവരുടെ കാര്യം ഒന്ന് പറയൽ നിർത്തിക്കുക, എനിക്ക് അവരുടെ സ്നേഹത്തിൻ്റെ കണക്കൊന്നും എനിക്കറിയണ്ട അമ്മ, ഞാൻ പറയുന്നത് പോലെ ചെയ്യേ. ആ ഫോണിൽ ജയ് സൂപ്രണ്ടിൻ്റെ പേരുണ്ട്, എന്തോ ഒരു പേര് ശോഭന അങ്ങനെ എന്തോ എന്തോ ആണ്, ആ പേര് ഒന്ന് സെർച്ച് ചെയ്യുമെന്ന് പറയണ. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പതിയെ അടിക്കുമ്പോൾ വാട്സപ്പ് കിട്ടുക കേട്ടോ. ഉടൻ തന്നെ അതിലെന്തെങ്കിലും വോയിസ് കോളോ ടെക്സ്റ്റ് മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഉണ്ടടാ ഒരു വോയിസ് കോൾ പോയിട്ടുണ്ട് എന്ന് പറയട്ടെ. അങ്ങനെ ആ വോയിസ് കോൾ ക്ലിക്ക് ചെയ്യാണ്. ഉടൻ തന്നെ അതിൽ പറയുന്നത്, നിധി എന്ന് പറയുന്ന പെണ്ണ് ഒരിക്കലും പുറത്തു വരരുത്, അവളെ മനഃപൂർവ്വം ഞങ്ങൾ കുടുക്കിയിരിക്കുകയാണ്, കള്ളത്തെളിവ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു ആളെ കൊണ്ട്, അതുകൊണ്ട് CCTV ഫുട്ടേജും ഈ ഒരാൾ പറയുന്നതുമാണ്, അയാളെ ഒളിവിലാണ്, ഈ നിധിക്ക് അവിടെ ഒരുപാട് ക്രൂരതകൾ ഉണ്ടാവണം, അവളെ ജയിലിലടക്കാനുള്ള വഴിയാണ് എന്നൊക്കെയുള്ള ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗൗതം ഞെട്ടിപ്പോവാണ്. ഈ സമയം ഗൗതം പാറുവിനോട് പറയണേ, ആ മെസ്സേജ് ഇനി എൻ്റെ ഫോണിലോട്ട് പെട്ടെന്ന് വിട്ടേന്ന് പറയണം കേട്ടോ. ഇതേ സമയം താഴെ ശിവാനി പറയണേ, ഇവിടെ പാറു ആൻറ്റി ഇവിടെ വന്നപ്പോൾ പാറു ആൻറ്റിയുടെ മുഖത്തൊരു കള്ളത്തരം കണ്ടതുപോലെ എനിക്ക് തോന്നി. അത് കേൾക്കുന്ന വസുന്ധര, എനിക്കും തോന്നി ഏട്ടത്തിയുടെ മുഖത്തൊരു കള്ളത്തരം ഉള്ളതുപോലെ. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയാം, അതൊന്നും ഉണ്ടാവില്ല, നീ ഒന്നും മിണ്ടാതിരുന്നെന്ന് പറയുമ്പോൾ പ്രണവിൻ്റെ ഫോൺ അടിക്കാൻ കേട്ടോ. അങ്ങനെ ആ ഫോൺ എടുത്ത ഉടൻ തന്നെ ഓഫീസിൽ നിന്നായിരിക്കും, എനിക്ക് ഇന്ന ആളുടെ മാനേജറുടെ നമ്പർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ, ഒരു ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ഇല്ല, എന്തായാലും ഞാൻ എൻ്റെ ആൻറ്റിയോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രണവ് വെക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര എന്താ അവിടെ എന്ന് ചോദിക്കുമ്പോൾ, ആ കമ്പനിയിലെ ഇന്ന ആളുടെ നമ്പറില്ല, അതൊന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഫോണിലുണ്ടടാ, എന്നാൽ ആൻറ്റി പോയിട്ട് പെട്ടെന്ന് അത് എടുത്തു കൊണ്ടുപോവാ എന്ന് പറയാനിട്ടോ. അപ്പോഴേക്കും കൈ കഴുകി പെട്ടെന്ന് വസുന്ധര മുകളിലോട്ട് കയറണം. മുകളിൽ കയറുമ്പോൾ ഇതൊന്നും പാറു അറിയുന്നില്ല. പാറു ഇങ്ങനെ അവൾ വരുന്നത് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ പാറു ഇങ്ങനെ ഈ ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ നിൽക്കുന്ന സമയത്താണ്
താഴെ നിന്ന് പ്രണവ് ആ ഫയലില്ലേ ഇന്ന ഇവിടോട്ട് അയക്കേണ്ട ഫയൽ, ആ ഫയലും കൂടി എടുത്തോളൂ എന്ന് പറയണ്ട. ആടാ ശരി ഞാൻ എടുത്തിട്ട് വരാം, അതെന്തിനാ, അതിലൊരു കാര്യം നോക്കാനുണ്ട് എനിക്കെന്ന് പറയുന്നുണ്ട്. എടാ അപ്പോൾ ഇത് പാറു കേൾക്കണം. അപ്പോൾ ഉടനെ ഗൗതമിനോട് പറയണേ, എടാ വസു വരുന്നുണ്ട് എന്ന് പറയട്ടെ. എങ്കിൽ അമ്മ വേഗം പെട്ടെന്ന് ഞാൻ പറയുന്നത് പോലെ ചെയ്യും, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും, എന്നിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന അതിൻ്റെ പ്ലഗ് ഓഫ് ചെയ്ത് ചാർജിലിട്ടിട്ട് അമ്മ എന്ന് പറയട്ടെ. അതായത് പിന്നെ മൊബൈൽ കുത്തി വെച്ചിട്ട് എന്നിട്ട് പ്ലഗ് ഓഫ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് വസുന്ധര വരുന്നതിന് മുന്നേ തന്നെ പാറു വസുന്ധരയുടെ റൂമിൽ ഒരു സൈഡിൽ ഒളിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി തെളിവുകൾ ശേഖരിക്കുമ്പോൾ അർജുന് കൂടെ നിൽക്കുമ്പോൾ ഇനി നിധി പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല കിട്ടുക്കൻ സീനോട് കൂടി തന്നെയാണ് നിധി പുറത്തിറങ്ങുന്നത്.